4-ാം ദിവസമാണ് ഇന്നിപ്പം വാർ സ്റ്റാർട്ട് ചെയ്തിട്ട്. ആഹ് ആദ്യത്തെ ദിവസത്തെ പോലെയല്ല, കുറച്ചൊക്കെ ശാന്തമായിട്ടുണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരം ഒരു 5:30 കൂടി ഞങ്ങൾക്കൊരു അലാറം കിട്ടിയതിന് ശേഷം പിന്നെ ഒരു 6 മണിക്കൂറോളം ഇന്റർവെല് കിട്ടിയിട്ടുണ്ടായിരുന്നു, 12 മണിക്ക്. അതിനുശേഷം രാത്രിയിലെ ശാന്തമായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ 8:30ക്കും പിന്നെ ഇപ്പൊ ഒരു 12 മണി ആയപ്പോഴാണ്, 12 മണിക്ക് ഒരു 8ഓളം റാക്കറ്റ്സ് വന്നിട്ടുണ്ടായി. അതില് 2 എണ്ണം ഇറാഖിൽ നിന്നാണ് എന്നാണ് IDF പറയുന്നത്. ഇതുവരെ എന്റെ കൺഫർമേഷനിൽ എത്തിയിട്ടില്ല. ബാക്കിയുള്ളത് ഇറാനിൽ നിന്നുമാണ് വന്നത്. എന്നിരുന്നാലും ഇവിടത്തെ അത്രയ്ക്കും പേടിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ അല്ല ഇന്നിപ്പോൾ ഇസ്രായേൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആകെ 11 മരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ബെത്ഷെമേഷിലും ടെലവിയിലും, അത് ആ വെരി ഫസ്റ്റ് ഡേയിൽ നടന്ന ആ ഒരു അറ്റാക്കിന് ശേഷം വേറെ മരണങ്ങളൊന്നും ഇതുവരെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞങ്ങളെ ഇന്ത്യൻ വർക്കേഴ്സ് എല്ലാവരും തന്നെ സേഫ് ആയിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട്സും എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഇന്ത്യൻ വർക്കേഴ്സ്, സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് പ്ലസ് കെയർ വർക്കേഴ്സ് എല്ലാവരും സേഫ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കവലോതും, അതായത് പിന്നെയുള്ള ഞങ്ങളുടെ ഏജൻസികളും ഇപ്പൊ ഞങ്ങൾക്ക് സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെയ്യുവാനും എല്ലാം ആയിട്ട്. പിന്നെ ഞങ്ങൾക്കുള്ള മിക്കവാറും എല്ലാ സർവീസുകളും ഓൺലൈൻ ആക്കുന്നതിനുള്ള പരിപാടികളാണ് ഇപ്പോൾ IDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെയർ ഗിവേഴ്സിന് ഒരു രീതിയിലും പുറത്തോട്ട് അങ്ങനെ ഞങ്ങളുടെ എന്റർടൈൻമെന്റിന് ഞങ്ങൾക്ക് ജസ്റ്റ് വാക്കിങ്ങിനോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോകാം. പക്ഷെ ഞങ്ങൾ സേഫ് ആയിട്ടിരിക്കണം എന്ന് മാത്രം. അല്ലാതെ പോസ്റ്റ് ഓഫീസിൽ ഞങ്ങളുടെ സാലറി എല്ലാം ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലോ ബാങ്കുകളിലോട്ടോ അങ്ങനെയൊന്നും പോകാതെ കഴിവതും എല്ലാം ഓൺലൈൻ അറേഞ്ച്മെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം നമുക്കെല്ലാം അറിയുന്ന പോലെ ഇന്ന് നാളെയോ മറ്റന്നാളോ ഇത് അവസാനിക്കാൻ സാധ്യതയില്ല. അതായത് ഇസ്രായേലുകാരുടെ പെസഹ വരുന്നത് ഏപ്രിൽ മാസമാണ്. അതുവരെ നീണ്ടുപോകും എന്നാണ് ഞങ്ങൾക്കിവിടെ IDFന്റെ ഭാഗത്ത് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. ഓക്കെ. ഈ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി ദിവസങ്ങളിൽ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു മാർച്ച് 12 വരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടോ? അത് അങ്ങനെ ആ ഒരു സാഹചര്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, എമർജൻസി എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ? ഡേറ്റ് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, സ്റ്റേറ്റ്സ് ഓഫ് എമർജൻസി ഇസ്രായേൽ 12-ാം തീയതി വരെയാണ്. പക്ഷെ ഈ ഫ്രൈഡേ വൈകുന്നേരം ബെൻഗുറിയോൺ എയർപോർട്ടിൽ നിന്ന് എൽ ഫ്ലൈറ്റ്സ് എമർജൻസി സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ഇസ്രായേലികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇവിടെ നിന്ന് ഏതെങ്കിലും, അത് എല്ലാ ഡെസ്റ്റിനേഷനിലോട്ടും ഇല്ല, എമർജൻസി ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലോട്ട് മാത്രം ഇവിടെ നിന്ന് അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും ഇവാക്യുവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പോകാനും വേണ്ടിയിട്ടുള്ള ഒരു പരിമിതമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഈ വെള്ളിയാഴ്ച ബെൻഗുറിയോൺ എയർപോർട്ടിൽ നിന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ വെള്ളിയാഴ്ച വരെ നമുക്കിവിടെ എഡ്യൂക്കേഷണൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഗാദറിംഗ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് സാധന സാമഗ്രികൾ എല്ലാം നമുക്ക് സുലഭമാണ്, എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് പോയി വാങ്ങാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ല. നമുക്ക് മാർക്കറ്റിൽ പോകാനോ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ഫാമിലികൾ തന്നെ നമുക്ക് ഹോം ഡെലിവറി ആണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അടുത്തുള്ള മാർക്കറ്റിൽ പോകാനും നമുക്ക് ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം 10 minutes ബിഫോർ നമുക്ക് അലാറം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കെയർഫുൾ ആയിട്ട് ഇരിക്കണമെന്നും മാത്രം. അല്ലാണ്ട് വേറെ ഇതുവരെ ഒരു പ്രതിസന്ധികളും നമുക്കിവിടെ ഇന്ത്യൻ വർക്കേഴ്സിനല്ല. ജോർജ്, അതുപോലെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ ഇന്ന് ഞാനിപ്പം സൈചേട്ടന്റെ ലൈവ് ഞാൻ ഷെക്കിനയിൽ തന്നെ കണ്ടു. സൈചേട്ടനും ഇതേക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പടച്ചുവിടുന്ന നുണകൾ അല്ലെങ്കിൽ AI ഫോട്ടോസ് അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇല്ല. കാരണം ഇന്ന് രാവിലെ തന്നെ എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന 2-3 കോൾ അനുസരിച്ചിട്ട് അവർ പറയുന്നത് ടെല്ലവീലുകളെ എല്ലാ വർക്കേഴ്സിനെ ഇവിടെ നിന്ന് മാറ്റി എന്നൊക്കെയാണ്. അതുപോലെയുള്ള നുണ പ്രചാരങ്ങള് എല്ലാം ഫേക്ക് ആണ്. ഞങ്ങള് ഇന്ത്യൻ വർക്കേഴ്സ് എല്ലാവരും സേഫ് ആണ്. തീർച്ചയായിട്ടും വളരെ ആശ്വാസം ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പങ്കുവച്ചത്. ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയെങ്കിൽ മാത്രം അത് പങ്കുവയ്ക്കുക. പലരും കമന്റിലൂടെയും ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാം ഈ ഇസ്രായേൽ നമ്മുടെ ഹോളി ലാൻഡിന്റെ ഭാഗമാണ്. അപ്പം അത്തരമൊരു സന്ദർശനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് വന്ന ഏതെങ്കിലും ടൂറിസ്റ്റ് സംഘങ്ങളോ അല്ലെങ്കിൽ തീർത്ഥ യാത്രയിൽപ്പെട്ട സംഘങ്ങളോ അവിടെ നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ, അതിനെപ്പറ്റി എന്തെങ്കിലും വാർത്തകളൊക്കെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യം അവിടെ ഉണ്ടോ? ടൂറിസ്റ്റുകൾ ആരും ഇതുവരെ ഇവിടെ കുടുങ്ങി കിടക്കുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ട് കിട്ടേണ്ടതായിരുന്നു. ജെറുസലേമിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ഇവിടെ വന്നിട്ടില്ല. ടൂറിസ്റ്റുകൾ ആരും ഇവിടെ കുടുങ്ങി കിടക്കുന്നതായിട്ട് ഇതുവരെ നമുക്ക് IDFന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവിടുന്ന് പുറത്തേക്കുള്ള ഫ്ലൈറ്റ് സർവീസ് അങ്ങനെ അത് ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ല അല്ലെ? എമർജൻസി സർവീസുകൾ മാത്രമാണ് നടക്കുന്നത് ബെൻഗുരിയൻ എയർപോർട്ടിൽ നിന്ന്. അല്ല, ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ട ആളുകൾ ബെൻഗുറിയൻ എയർപോർട്ടിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഫ്രൈഡേ അവിടെ നിന്ന്
അത് എല്ലാ ഡെസ്റ്റിനേഷനിലോട്ടും ഇല്ല. അമേരിക്ക, UK അങ്ങനെ കുറച്ച് ഒരു 7 ഡെസ്റ്റിനേഷൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് മാത്രം എൽ ഫ്ലൈറ്റ്സ് സാറ്റർഡേ ഷബാത്തിന് ശേഷം സാറ്റർഡേ വൈകുന്നേരം ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അറിയിപ്പുകൾ ബെൻഗുറിയോൺ എയർപോർട്ടിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും എന്നാണ് മിനിഞ്ഞാന്ന് നമുക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. പുതിയതായിട്ട് വേറെ ക്യാബിനറ്റ് മീറ്റിംഗ് ഇന്നലെ നടന്നിട്ടില്ല. അവരുടെ മീറ്റിംഗിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് പുറത്തു വന്നിട്ടില്ല. ഇനി ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം ആയിരിക്കും, ശബാത്തിന് മുൻപായിരിക്കും അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുക. ഓക്കെ, ഒരു കാര്യം കൂടി, ഈ ഗാസയിൽ നിന്നും ഈ ഹമാസ് ഏതെങ്കിലും തരത്തിലുള്ള തലവേദന ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്? കാരണം നോർത്തേൺ ബോർഡർ ഓൾറെഡി IDF എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പൊ ഗാസയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി പ്രശ്നം ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഏതെങ്കിലും വാർത്തകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഗാസയിൽ നിന്ന് ഈ അവസരങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ലെബനിൽ നിന്ന് അറിയാവുന്ന പോലെ ഡ്രോൺസ് കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് ആണത്. നോൺ സ്റ്റോപ്പ് വരുന്നുണ്ട്. ഒന്നും എല്ലാത്ത ഡെഡ് സീ ആ ഭാഗങ്ങളിലോട്ടും പിന്നെ പറഞ്ഞ പോലെ ഗലീലി ഭാഗങ്ങളിലോട്ടും നോൺ സ്റ്റോപ്പ് ആയിട്ട് വരുന്നുണ്ട്. നോർത്തേൺ ഏരിയയാണ് മെയിൻ ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് രാവിലെ ഇപ്പൊ കുറച്ച് മുമ്പ് ഇപ്പൊ നമുക്ക് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം, ബെയ്റൂട്ടിൽ ഇപ്പൊ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. സം ഹൈ കമാൻഡേഴ്സ് ആണ് കിൽഡ് ആയിരിക്കുന്നത് എന്ന കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ ഈ അവസരങ്ങളിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന അതാണ്. ഇസ്രായേൽ ശരിക്കും കരമാർഗവും അതായത് വ്യോമമാർഗവും ഇപ്പോൾ ലെബനനിലോട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 58ഓളം സ്റ്റേഷനുകളാണ് ഇവാക്യുവേഷൻ നോട്ടീസ് കൊടുത്തതിന് ശേഷം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അവിടുന്ന് നോൺ സ്റ്റോപ്പ് ഡ്രോൺസ് നോർത്തേൺ സൈഡിലോട്ടും ഡെഡ് സീ എല്ലാത്ത സൈഡിലോട്ടും വരുന്നുണ്ട്. അവിടെ നിന്ന് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സക്സസ്ഫുൾ ആയിട്ട് അതെല്ലാം നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പം ഇറാനിൽ നിന്ന് വന്ന ഇതാണെങ്കിലും ഇപ്പം പറഞ്ഞതുപോലെ ടെലവിയിൽ ബീച്ചിലോട്ട് വന്ന നാശനഷ്ടം അത് ഷാർപ്പണലാണ്. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഷാർപ്പണൽ നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ താഴെ വീണ് ചെറിയ അപകടങ്ങൾ സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പറയുന്ന രീതിയിലുള്ള മാരകമായ അപകടങ്ങളൊന്നും ഇന്നത്തെ ദിവസം ഇന്നലെയും ഇന്നും ഇസ്രായേലിൽ സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മണിക്കൂറുകൾ ഒരു ആശ്വാസത്തിന്റെ തന്നെയാണ്. യാതൊരുവിധ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അവിടെയുള്ള ഇസ്രായേൽക്കാരും പ്രവാസികളായിട്ടുള്ളവരും ഭാരതീയരും നമ്മുടെ മലയാളി സമൂഹം ഒക്കെ സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മറ്റ് വ്യാജ പ്രചരണങ്ങളിൽ വീഴാതിരിക്കുക. ഈ ഒരു സംപ്രേഷണം കാണുന്ന അവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ കുടുംബാംഗങ്ങൾ ആശ്വാസപരിതരായിട്ട് തന്നെ ഇരിക്കുക. കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടെ സുരക്ഷിതരായിട്ട് തന്നെയാണ്, സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.